ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ദേവുട്ടി ഇന്ന് ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുട്ടിയുടെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ അവളുടെ ഫസ്റ്റ് സ്കൂൾ ഡേ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ സ്കൂളിൽ ഒരു എന്താ പറയുന്ന അഡ്മിഷൻ എടുക്കുക, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രാവിലെ 8 മണിക്കാണ് ദേവുട്ടിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം രാവിലെ 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 11:45 വരെയാണ് സ്കൂളുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ദേവുട്ടിയുടെ സ്കൂള്. അപ്പം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായി ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടാണ് കൊച്ചിനെ വിട്ടേക്കുന്നത്. വിൻ്റർ ഷൂ ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ദേവുട്ടിയുടെ സ്കൂള്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ദേവുവിന് സ്കൂളിൽ അഡ്മിഷൻ എടുത്തതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആണെങ്കിൽ ഞാൻ പോയത് ഇവിടെ ഷൂൾ അംറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് ഇതുപോലെ പറഞ്ഞു, എൻ്റെ കുട്ടീനെ ഞാൻ ലാസ്റ്റ് വീക്കിൽ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇത്ര വയസ്സാണ്, അവൾക്ക് 8 വയസ്സാണ് ഉള്ളത്. അപ്പോൾ 3ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവളെ ഇവിടെ എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർക്കുന്നത്, അപ്പം എങ്ങനെയാണ് ഷൂൾ മെൽഡും ചെയ്യുന്നത് എന്ന് അവരോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും, ഷൂളംറ്റയിലായിരിക്കും ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു കുട്ടിക്ക് ലാംഗ്വേജ് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം കുട്ടിക്ക് ലാംഗ്വേജ് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, ജർമ്മൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു അവിടെ നിന്ന് ഒരു പേപ്പർ തന്നു, അതായത് ഷൂൾ മെൽഡും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പേപ്പർ തന്നു. അപ്പോൾ ഈ ക്രിഫീൽഡിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണ് ഷൂൾ മെൽഡും ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആ ഒരു അഡ്രസ്സ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ഷൂൾ മെൽഡിങ്ങിന് ചെയ്യേണ്ട ആ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചുമായിട്ട് ഒരു ദിവസം പോയിട്ട് ഞാൻ അവിടെ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുട്ടിക്ക് ഇവിടെ ഷൂൾ മെൽഡിങ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ടെർമിൻ ഇല്ലാതെ ചെന്ന ഉടനെ അവരത് ചെയ്തു തരത്തില്ല. ടെർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ആണ്, ഇവിടെ അപ്പോയിൻമെൻറ്റിനാണ് നമ്മൾ ടെർമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ചെന്നാൽ അവർ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തു തരത്തില്ല. അപ്പോൾ അവരാദ്യം പറഞ്ഞു നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം, എന്നിട്ട് അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന ദിവസം നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സും ആയിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോയിൻമെന്റ് എടുത്ത് ഞങ്ങൾക്ക് ഒരാഴ്ചക്കകം അപ്പോയിൻമെന്റ് കിട്ടിയിട്ടോ. പിന്നെ അവർ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്തായാലും നമ്മുടെ ടൈമിങ്ങും നമുക്കിപ്പോൾ ഡ്യൂട്ടിയുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഡ്യൂട്ടിയുടെ ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്കൊരു ടൈം തരുന്നത്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോയിൻമെന്റ് കിട്ടിയ ദിവസം ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഞങ്ങൾ പോയി. അപ്പോൾ അന്ന് ചെന്ന സമയത്ത് ഞങ്ങൾ കുട്ടിയുടെ പാസ്പോർട്ട്, അതുപോലെ പേരൻസിൻ്റെ 2 പേരുടെയും പാസ്പോർട്ട്, ഇവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പേപ്പർ, പിന്നെ എൻ്റെ ഔഫൻതാൾ സെറ്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അവർ ഞങ്ങളെ കൊണ്ട് കുറേ ഫോമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോമൊക്കെ അവർ തന്നെയാണ് ഫില്ല് ചെയ്തത്. അതുപോലെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോമൊക്കെ അവർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാനുള്ളിടത്തൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അന്ന് ആ ഒരു അത്രയും കാര്യങ്ങളെ നടന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നിങ്ങൾ ഇനിയും എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ അഡ്മിഷന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ നോക്കുമ്പോൾ അറിയാം നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷന് നമുക്ക് ഏറ്റവും പോകാൻ അടുത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടുത്തുള്ള സ്കൂൾ തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ഇനിയും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങളെ ഒന്നിൽ അവർ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു മെയിൽ വന്നു. അതുകൂടാതെ അവർ ഫോൺ വിളിച്ച് പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ കുട്ടിക്ക് ഇവിടെ ജോസഫ് ഷൂളെ എന്ന് പറഞ്ഞിട്ട്, ജോസഫ് കിർച്ച് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു സ്കൂളിലാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഇവിടുന്ന് 10 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ടെർമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടിയായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളാണെങ്കിൽ സ്കൂളിലേക്ക് ടെർമിന് പോയ സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടിക്ക് നമ്മുടെ ഷൂൾ മെൽഡിങ് ചെയ്ത സമയത്ത് ഷൂൾ മെൽഡിങ്ങിൽ നമുക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈമിൽ അവൾക്കൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒന്നുമല്ല. ജസ്റ്റ് അവളോട് അവൾക്ക് ലാംഗ്വേജ് അറിയാമോ, ജർമ്മൻ അറിയാമോ എന്ന് അവർ ചോദിച്ചു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, പിന്നെ അവളുടെ മദർ ടങ് മാത്രമേ അവൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ അവളോട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എത്ര വയസ്സുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഹോബീസ്, എന്നിട്ട് പിന്നെ അവള് ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പേപ്പർ കൊടുത്തിട്ട് നല്ലൊരു പടം എനിക്ക് വരച്ചു തരാനൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജർമ്മൻ്റെ ഒരു 3 വേർഡ്സുകൾ എഴുതിയ ഒരു പേപ്പർ കൊടുത്തു. അത് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് വായിക്കാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തേത് കിൻഡർ എന്നുള്ള വേർഡായിരുന്നു. അപ്പോൾ അത് അവൾക്ക് വായിക്കാൻ പറ്റി. രണ്ടാമത്തെ യൂഗൻലീഷ്, പിന്നെ മൂന്നാമത് ഒരു വേർഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു 3 വേർഡ്സ് കൊടുത്തു. അപ്പം 3 വേർഡ്സിൽ അവൾ 2 എണ്ണോളം വായിച്ചു. കിൻഡർ, പിന്നെ എൽട്ടൺ, കിൻഡർ, എൽട്ടൺ, യൂഗൻലീഷ്, ഈ 3 വേർഡായിരുന്നു. അപ്പോൾ കിൻഡറും എൽട്ടണും അവൾക്ക് വായിക്കാൻ പറ്റി. യൂഗൻലീഷ് അവൾക്ക് വായിക്കാൻ പറ്റിയില്ല, കുറച്ചും കൂടെ ടഫായിരുന്നല്ലോ. അങ്ങനെ അവൾക്ക് അത് ജർമ്മൻ അവൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാനായിട്ട് അങ്ങനെ അത് കൊടുത്തു. പിന്നെ ABCD ജർമ്മൻ അറിയാമോ എന്നുള്ളത് ഇവിടെ, അതായത് നമ്മുടെ സ്കൂളിൽ ചെന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ അപ്പോയിൻമെന്റ് കിട്ടി നമ്മൾ ചെന്നല്ലോ. അപ്പൊ അന്ന് അവിടെ വെച്ച് അവളോട് ജസ്റ്റ് പേര് ചോദിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരാൻ ഇൻട്രസ്റ്റ് ആണോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ കൂട്ടത്തിൽ ജർമ്മൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവള് ജർമ്മനിയിൽ ABCD ഒക്കെ അവരെ പറഞ്ഞു കേൾപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അവരന്ന് ചെന്നപ്പോൾ ചോദിച്ചിരുന്നു ഇന്ന് തൊട്ടിരിക്കുന്നോ അതോ മൺഡേ തൊട്ട് പോകുന്നോ എന്ന് ചോദിച്ചു. അവള് അന്ന് തന്നെ ഇരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്താ പറയുന്നത്, ഞാൻ അന്ന് ഇരുത്തിയില്ല, പിറ്റേ ദിവസമാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് അവരൊരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആ ഒരു ടെർമിന് പോയ സമയത്ത്, അല്ലെങ്കിൽ അപ്പോയിൻമെന്റിന് സ്കൂളിലേക്ക് പോയ സമയത്ത് കൊണ്ടുപോയ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പാസ്പോർട്ട്, പേരൻസിന്റെ 2 പേരുടെയും പാസ്പോർട്ട്, നമ്മുടെ റെസിഡന്റ് കാർഡ്, സിറ്റി രജിസ്ട്രേഷന്, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ MMR വാക്സിനേഷൻ എടുത്തതാണോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തെളിവ് അവർ ചോദിച്ചു. അപ്പോൾ അത് ചിലപ്പം ഏജിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ചോദിക്കുന്നത്. കാരണം ഓരോ ഏജിലും അതിൻ്റെതായ വാക്സിനേഷൻ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ മോളോട് ചോദിച്ചത് MMRന്റെ വാക്സിൻ്റെ കാർഡായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ 2 പേരുടെയും വാക്സിനേഷൻ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടായില്ല, അത് കാണിക്കാൻ പറ്റി. കാരണം പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തതാണല്ലോ. എന്തായാലും നമ്മൾ 9 മന്തിൽ നമ്മുടെ നാട്ടിലെ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് 9 മന്തിലാണ് നമ്മൾ MMR കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം വീണ്ടും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് ഒരിക്കലും കുറേ വാക്സിൻ എടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഓൾറെഡി സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം വാങ്ങിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഫോമുകളും കാര്യങ്ങളും ഒക്കെ സൈൻ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ചെയ്തു. അത് കഴിഞ്ഞ് അവർ ചോദിച്ചു കുട്ടീനെ, ഇവിടെ പൊതുവെ ക്ലാസ് വരുന്നത് രാവിലെ 8 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു 11:45 വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടീനെ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇരുത്താൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ടിവിറ്റീസ് ക്ലാസ് അല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും ആ ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങൾ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഹസ്ബൻഡ് ജോലിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് 2 പേർക്കും പോകണം. അപ്പോൾ 3 മണി വരെയെങ്കിലും ഇരുത്തുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പ്ലേസ് ഇല്ല, ഞങ്ങൾ അപ്ലൈ ചെയ്തിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിന് നമ്മൾ ചെറിയ എന്തോ എമൗണ്ട് പേ ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുന്നത്, ഫുഡും കാര്യങ്ങളും അവർ ഉച്ചയ്ക്ക് ലഞ്ചിന് അവിടുന്ന് അവർ തരും. നമ്മൾ അതിന് 45 യൂറോ ഏതാണ്ട് മന്ത്ലി പേ ചെയ്യണം. വേറെ ഫീസും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. പിന്നെ അവളോട് അവിടെ വെച്ച് അവർ ഹോബി എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഡ്രോയിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് സ്വിമ്മിങ് ആണ് അവൾ പറഞ്ഞത്. അപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ അവർ എല്ലാ ഫ്രൈഡേയിലും അവരുടെ ഹോബീസ് ചെയ്യാനായിട്ടൊരു ടൈമിംഗ് ഉണ്ട്, പർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ് സൂട്ടും അതിൻ്റെ എന്താ പറയുന്നത് കണ്ണാടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നമുക്ക് അവിടുന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ കളർ പെൻസില്, സ്കെച്ചുകൾ, അതുപോലെ തന്നെ വാട്ടർ കളറ്, പിന്നെ ക്ലേ, അങ്ങനെ കുറേ ഫയലുകൾ കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച് അവിടെ സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവർ ഓരോ ദിവസം എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കുട്ടിക്ക് എടുത്ത് അവർ കൊടുത്തോളും. പിന്നെ സ്കൂളിൽ ചെന്നപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു അവളുടെ. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് ഞങ്ങളോർത്ത് ക്ലാസ് വരെ നമുക്ക് ചെല്ലാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ ഞങ്ങൾ കണ്ടു പേരൻസ് ഒക്കെ ഗേറ്റിന് വെളിയിലാണ് നിൽക്കുന്നത്. അകത്തോട്ട് പോലും അധികം കയറി പോണില്ല. ജസ്റ്റ് ഗേറ്റിന് വെളിയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അവരകത്ത് കയറുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ അകത്ത് ചെന്നു. ഞങ്ങൾ ക്ലാസ്സിലേക്കൊന്നും പോയില്ല. അതിന് മുന്നേ തന്നെ അവളുടെ ടീച്ചർ വന്ന് വെൽക്കം ഒക്കെ ചെയ്ത് ഭയങ്കര ഇതിൽ വിഷയൊക്കെ ചെയ്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ക്ലാസ്സിലേക്ക് വരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുന്നു. പിന്നെ ഇനിയിപ്പോൾ കൂട്ടാൻ പോകണം. അപ്പോൾ രാവിലെ അവിടെ പോയതിൻ്റെ വീഡിയോസൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് പോയേക്കണം. എനിക്കറിയില്ല, എനിക്ക് നല്ല ആസ് എ പേരൻറ്റ് ഞാൻ ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക്. കാരണം എങ്ങനെ ആകും, പുതിയൊരു ലാംഗ്വേജ്, പുതിയ സ്ഥലം, കുട്ടികളൊക്കെ എങ്ങനെയാണ് പരസ്പരം മിങ്കിൾ ചെയ്യുമോ, ഇവർക്ക് ലാംഗ്വേജും കൂടെ അറിയില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു. ഞാനെല്ലാം പറഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടൊക്കെയാണ് വിട്ടത്.
എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവൾ എന്തായിരിക്കും എന്നുള്ളത് ഓർത്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അവളെ വിളിക്കാനായിട്ട് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഷൂൾ മെൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അവളെ വിളിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ വിളിക്കാൻ പോകുമ്പോൾ അവളുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നലെ വരെ സ്കൂളിൽ പോകാൻ ഭയങ്കര തിരക്കായിരുന്നു. ഇനി നാളെ വന്നിട്ട് ഞാൻ പോണില്ല എന്ന കാര്യം പറഞ്ഞാൽ പെട്ടു ഞങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അവളെ വിളിക്കാൻ പോകാം. വിളിക്കാൻ പോയിട്ട് അവളുടെ റെസ്പോൺസ് ഡയറക്റ്റ് തന്നെ കേൾക്കാം. ദേവു പറ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ക്ലാസ്? കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയാ പഠിപ്പിച്ചെന്ന് പറ. കുറെ എന്തൊക്കെയാ പഠിപ്പിച്ചേ? എന്നാ ചോദിച്ചേ? പേരെന്താന്ന് ചോദിച്ചു. എന്നിട്ട് ബോർഡ് എഴുതാൻ പറഞ്ഞു. ബോർഡ് എഴുതി കൊടുത്തു. എന്നിട്ട് എന്തായാലും ടാപ്പ് തന്നിട്ട് അത് കുറെ ഇതൊക്കെ ഇങ്ങനെ 1 2 3 അങ്ങനെ ഇട്ട് തന്നു. ഞാൻ കളിക്കാനൊക്കെ എന്നൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ ഇട്ട് തന്നു. അതൊക്കെ ചെയ്ത്. ദേവു എങ്ങനെയാ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഇംഗ്ലീഷിലാ അതോ ജർമ്മനിലാ? ഇംഗ്ലീഷിലും ജർമ്മനിയിലും. ജർമ്മനിൽ ദേവു എന്താ പറഞ്ഞേ? ജർമ്മനിയിൽ ഓ ഗുട്ടൻ മോർഗൻ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? അത് മാത്രം? ദേവുന് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? നേരെ നിന്നെ. എത്ര ഫ്രണ്ട്സ് ഉണ്ട് ദേവുട്ടിക്ക്? 2 ഫ്രണ്ട്സ്. ദേവുവിന്റെ ഫ്രണ്ടിന്റെ പേര് ദുവ. സ്വൈ 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 ഫ്രണ്ട്സ് ഉണ്ടോ? ഓ സ്വൈ ഒക്കെ പഠിച്ചല്ലോ. ദേവുന് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓ ടാബൊക്കെ ഇട്ടാ ദേവു പഠിക്കണേ. ദേവുവിന്റെ ഹെഡ്സെറ്റ് ടാബിന് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? പിന്നെ വേറെ ഹെഡ്സെറ്റ് തന്നോ ടീച്ചർ? പിന്നെ ഹെഡ്സെറ്റ് ഇല്ലാതെ ടാബ് യൂസ് ചെയ്തോ? ഇവിടെ ഒരാൾ എന്താ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ചേച്ചിയുടെ ബാഗും തള്ളിക്കൊണ്ട് നടക്കുന്നു. കുഞ്ഞാ വാ പോവാ, നമുക്ക് പോവാ. കുഞ്ഞിനെ എവിടെ ട്രോളി ബാഗ് കണ്ടാലും കുഞ്ഞ് അത് അങ്ങ് ഏറ്റെടുക്കും ആദ്യം തന്നെ. വാ പോവാ. തലയിലെല്ലാം ഊരിക്കളഞ്ഞ ദേവു. തൊപ്പി എന്തിയേ? പോവാ വാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരാനിരിക്കുന്ന പേരൻസിന് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.